ഹായ്, എല്ലാവർക്കും നമസ്കാരം. എക്സാമിന് റെഡി ആയിട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 5 ലെജിസ്ലേച്ചർ, മലയാളത്തിൽ പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ. കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നാം, പക്ഷെ ഒരു പേടിയും വേണ്ട. നമുക്കിത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാലോ? ആദ്യം പാർലമെന്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. പിന്നെ എന്താണ് പാർലമെന്റ് എന്നതിന്റെ ബേസിക് ഐഡിയ നമ്മൾ ഉറപ്പിക്കും. അത് കഴിഞ്ഞ് 2 സഭകളുണ്ടല്ലോ, അവയെക്കുറിച്ചും അവയുടെ പവേഴ്സിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഒരു നിയമം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കും. ഏറ്റവും അവസാനം എക്സാമിന് ഉറപ്പായും വരുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. ഇതോടെ ഈ ചാപ്റ്റർ നമുക്ക് ഫുൾ സെറ്റാക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തിനാണ് ഈ ചാപ്റ്റർ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ രാജ്യത്ത് ഓരോ നിയമങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഗവൺമെന്റിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ചാപ്റ്റർ പഠിച്ചേ പറ്റൂ. പിന്നെ പരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഷുവറാണ്. പ്രത്യേകിച്ചും പാർലമെന്റിന്റെ ഫംഗ്ഷൻസ്, പിന്നെ നിയമമുണ്ടാക്കുന്ന പ്രോസസ്സ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ക്ലിയർ ഐഡിയ കിട്ടുമെന്നറിയാമോ? ഒന്ന്, പാർലമെന്റ് എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും പവേഴ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു നിയമം ഉണ്ടാക്കുന്നതിന്റെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് ഈസിയായിട്ട് പറയാൻ കഴിയും. ഗവൺമെന്റിനെ പാർലമെന്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒരു ഡൗട്ടുമില്ലാതെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഫൗണ്ടേഷനിലേക്ക് കടക്കാം. ഈ ചാപ്റ്റർ ശരിക്കും മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബേസിക് വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ടെൻഷൻ അടിക്കണ്ട. ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് 0യിൽ നിന്ന് തന്നെ തുടങ്ങാം. റെഡിയല്ലേ? അപ്പോ നമ്മുടെ ആദ്യത്തെ വാക്ക് ലെജിസ്ലേച്ചർ, മലയാളത്തിൽ പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? സിമ്പിളാണ്. ഒരു രാജ്യത്തിനു വേണ്ട നിയമങ്ങളുണ്ടാക്കുന്ന ഒരിടം. അവിടെ ആരാ ഉള്ളത്? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന നമ്മുടെ പ്രതിനിധികൾ. അപ്പോ ഇന്ത്യയുടെ ഈ ദേശീയ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? അതാണ് പാർലമെന്റ്. കണ്ടോ, എത്ര സിമ്പിളാണ് സംഭവം. അടുത്ത വാക്ക് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ഈ വാക്ക് കേട്ട് പേടിക്കേണ്ട. ഇതിലെ ബൈ എന്ന ഭാഗം കണ്ടോ? ബൈ, അതിന്റെ അർത്ഥം രണ്ടെന്നാണ്. അപ്പൊ സംഭവം സിമ്പിളായി. 2 ഹൗസുകൾ അല്ലെങ്കിൽ 2 ചേംബറുകളുള്ള ഒരു ലെജിസ്ലേച്ചർ, അതാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ സിസ്റ്റമാണോ ഉള്ളത്. ഇതിന്റെ ഒരു വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഏത് നിയമം കൊണ്ടുവരുമ്പോഴും 2 ഹൗസിലും അത് ചെക്ക് ചെയ്യും. ഒരു ഡബിൾ ചെക്കിംഗ് പോലെ. അപ്പൊ പെട്ടെന്ന് എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ 2 സഭകളുണ്ടെന്ന്. ഏതൊക്കെയാണവ? നമുക്ക് ആ 2 ഹൗസുകളെയും ഒന്ന് പരിചയപ്പെടാം. ലോക്സഭയും രാജ്യസഭയും. ഇനി ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ലോക്സഭ. ഇതിനെ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നും പറയും. കാരണം ഇത് ഇന്ത്യയിലെ ജനങ്ങളെ ഡയറക്റ്റായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളാണ് വോട്ട് ചെയ്ത് അവിടുത്തെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഇനി രാജ്യസഭയുടെ കാര്യം നോക്കൂ. ഇത് സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവിടുത്തെ മെമ്പർമാരെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്. പകരം നമ്മൾ തിരഞ്ഞെടുത്ത MLA-മാരാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് എലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെമ്പർമാരുടെ കാലാവധി 6 വർഷമാണ്. ഈ ഒരു ബേസിക് ഡിഫറൻസ് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് രാജ്യസഭയെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രാജ്യസഭയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ദ പെർമനന്റ് ഹൗസ്, അതായത് സ്ഥിരം സഭ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? കാരണം ലോക്സഭയെപ്പോലെ രാജ്യസഭ ഒരിക്കലും മൊത്തത്തിൽ പിരിച്ചുവിടുന്നില്ല. അതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 മെമ്പർമാരുടെ കാലാവധി തീരും. അവർ പോകുമ്പോൾ പുതിയ ആൾക്കാർ വരും. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഒരു പെർമനന്റ് ഹൗസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ലോക്സഭ. ഇതിന്റെ മറ്റൊരു പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൗസ് ഓഫ് ദ പീപ്പിൾ അഥവാ ജനങ്ങളുടെ സഭ. കാരണം വളരെ വ്യക്തമാണ് അല്ലേ? 18 വയസ്സ് കഴിഞ്ഞ നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് നേരിട്ട് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലേക്കാണ്. ഇന്ത്യയിലാകെ 543 മണ്ഡലങ്ങളാണുള്ളത്. അവിടെ നിന്നാണ് ഈ മെമ്പർമാര് വരുന്നത്. ലോക്സഭയുടെ ടേം 5 വർഷമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ചിലപ്പോ 5 വർഷം തികയുന്നതിനു മുൻപ് തന്നെ ലോക്സഭ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ലോക്സഭയെയും രാജ്യസഭയെയും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഈ പാർലമെന്റ് ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ പ്രധാന പവേഴ്സും ഫംഗ്ഷൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും ശ്രദ്ധിക്കണം. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസാണിവ.
നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, നിയമനിർമ്മാണപരമായ ചുമതല. സിമ്പിളായി പറഞ്ഞാൽ രാജ്യത്തിനു വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തേത് കൺട്രോൾ ഓഫ് എക്സിക്യൂട്ടീവ്, അതായത് ഗവൺമെന്റ് അവരുടെ അധികാരം തോന്നിയ പോലെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ടിവിയിലൊക്കെ കാണാറില്ലേ, പാർലമെന്റിൽ മന്ത്രിമാരോട് എംപിമാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതാണ് ഈ കൺട്രോൾ. മൂന്നാമത്തേത് ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ, ധനപരമായ ചുമതല. അതായത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് പൈസയൊക്കെ എന്തിനൊക്കെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നത്, ബഡ്ജറ്റ് പാസ്സാക്കുന്നതൊക്കെ പാർലമെന്റാണ്. നാലാമത്തെ പോയിന്റ് റെപ്രസന്റേഷൻ ഫംഗ്ഷൻ, രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള പലതരം അഭിപ്രായങ്ങളുള്ള ആളുകളുടെ എല്ലാം ശബ്ദമായി പാർലമെന്റ് മാറുന്നു. അഞ്ചാമത്തേത് ഡിബേറ്റിംഗ് ഫംഗ്ഷൻ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനുമുള്ള ഏറ്റവും വലിയ വേദിയാണിത്. ഈ 5 പോയിന്റും കാണാതെ പഠിച്ചോളണം. അപ്പോ നിയമമുണ്ടാക്കുകയാണ് പാർലമെന്റിന്റെ മെയിൻ പണിയെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി നമുക്കതിന്റെ പ്രോസസ്സ് ഒന്ന് നോക്കാം. വെറുമൊരു ഐഡിയ എങ്ങനെയാണ് ഒരു രാജ്യത്തെ നിയമമായി മാറുന്നത്, അതിന്റെ യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഒരു നിയമം ഉണ്ടാക്കുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് ബിൽ അഥവാ ബിൽ. എന്താണ് ഈ ബിൽ എന്ന് പറഞ്ഞാൽ? ഇത് ശരിക്കും ഒരു നിയമമല്ല, ഒരു നിയമത്തിന്റെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു കരട് രൂപം മാത്രമാണ്. ഈ ബിൽ പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കി അവസാനം പ്രസിഡന്റ് ഒപ്പിട്ടാലേ അതൊരു നിയമമായിട്ട് മാറുകയുള്ളൂ. ഇനിയൊരു ബിൽ എങ്ങനെ നിയമമാകുന്നു എന്നുള്ള അതിന്റെ ജേർണി നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മെമ്പറോ ഈ ബിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുന്നു. സ്റ്റെപ്പ് 2, ആ ബില്ലിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കും, സംവാദങ്ങൾ നടക്കും, പലപ്പോഴും കൂടുതൽ പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിക്ക് വിടും. സ്റ്റെപ്പ് 3, ചർച്ചകൾക്ക് ശേഷം ഹൗസിൽ വോട്ടിംഗ് നടക്കും. സ്റ്റെപ്പ് 4, ഒരു ഹൗസ് പാസാക്കിയാൽ മാത്രം മതിയോ? പോരാ, ബിൽ അടുത്ത ഹൗസിലേക്ക് പോകും, അവിടെയും ഇതേ പ്രോസസ്സൊക്കെ ആവർത്തിക്കും. സ്റ്റെപ്പ് 5, അങ്ങനെ 2 ഹൗസുകളും പാസാക്കി കഴിഞ്ഞാൽ ബിൽ നേരെ പോകുന്നത് പ്രസിഡന്റിന്റെ അടുത്തേക്കാണ്, അദ്ദേഹത്തിന്റെ അനുമതിക്ക് വേണ്ടി. ലാസ്റ്റ് സ്റ്റെപ്പ് 6, പ്രസിഡന്റ് അതിൽ സൈൻ ചെയ്യുന്നതോടെ ആ ബിൽ നമ്മുടെ രാജ്യത്തെ ഒരു നിയമം അഥവാ ആക്റ്റായി മാറുന്നു. ഈ സ്റ്റെപ്പുകൾ ഓർത്തുവെക്കാൻ എളുപ്പമല്ലേ? ശരി, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, എന്നാൽ കുട്ടികൾക്ക് എപ്പോഴും സംശയം വരുന്ന ചില ഭാഗങ്ങളുണ്ട്. നിങ്ങളുടെ ഫൈനൽ റിവിഷന് ഇത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് മണി ബിൽ അഥവാ ധനബിൽ. ഇവിടെ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പവർ ലോക്സഭയ്ക്കാണ്. ഒരു മണി ബിൽ ആദ്യം അവതരിപ്പിക്കാൻ പറ്റുന്നത് ലോക്സഭയിൽ മാത്രമാണ്. രാജ്യസഭയ്ക്ക് അത് കിട്ടിയാൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല, അവർക്ക് ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ ആ മാറ്റങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഫൈനലായിട്ട് തീരുമാനിക്കുന്നത് ലോക്സഭയാണ്. ഇനി രാജ്യസഭ 14 ദിവസത്തിനുള്ളിൽ ബിൽ തിരിച്ചയച്ചില്ലെങ്കിൽ പോലും അത് പാസ്സായതായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അവസാനത്തെ വാക്ക് ലോക്സഭയുടേതാണ്. ഇത് മറക്കണത്. ഇതാ നോക്കൂ, ഒരു ഫൈനൽ റിവിഷൻ ടേബിൾ. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ക്ലിയറാക്കി തരും. ഓരോന്നും നോക്കിക്കേ, ആരാണ് പ്രതിനിധീകരിക്കുന്നത്, എങ്ങനെയാണ് ഇലക്ഷൻ, കാലാവധി, മണി ബില്ലിലെ പവർ, ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, എല്ലാം ഇതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ പെട്ടെന്നൊന്ന് വരച്ചു വെച്ചോളൂ. എക്സാമിന്റെ തലേ ദിവസം ഇതൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി, എല്ലാ പോയിന്റ്സും ഓർമ്മ വരും. ഓക്കെ, ഇനി ഒരു ക്വിക്ക് റിവിഷൻ, ഒരു റാപ്പിഡ് ഫയർ പോലെ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 3 കാര്യങ്ങൾ മറന്നേ പോകരുത്. നമ്മുടെ ആദ്യത്തെ മെമ്മറി ഫ്ലാഷ് കാർഡ് ഓർത്തുവെച്ചോളൂ. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോ മേക്കിംഗ് ബോഡി ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭ. റെഡി? രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. നമ്മുടെ ഫ്ലാഷ് കാർഡ് നമ്പർ 2, പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതാണ്? കൺട്രോൾ ഓഫ് എക്സിക്യൂട്ടീവ്, ഗവൺമെന്റിനെ നിയന്ത്രിക്കുക എന്നത്. അതാണ് ഏറ്റവും വൈറ്റൽ ഫംഗ്ഷൻ. ഇനി അവസാനത്തേത്, പക്ഷേ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ 3ാമത്തെ ഫ്ലാഷ് കാർഡ്, മണി ബില്ലിന്റെ കാര്യത്തിൽ ആർക്കാണ് കൂടുതൽ പവർ? ഓർമ്മയുണ്ടല്ലോ? അതെ, ലോക്സഭയ്ക്കാണ് കൂടുതൽ പവർ. ഈ 3 പോയിന്റുകളും മനസ്സിൽ എക്ദം ഉറപ്പിച്ചു വെക്കുക. അപ്പോ എക്സാമിന് ഇനി ആകെ ഒരാഴ്ചയുള്ളൂ. ഈ ചാപ്റ്റർ എങ്ങനെ പഠിച്ചു തീർക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടോ? ഒരു പേടിയും വേണ്ട. ഈ ചാപ്റ്റർ ഈസിയായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കൂ, നിങ്ങളുടെ സിമ്പിൾ 1 വീക്ക് പ്ലാൻ. 1ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി കേൾക്കുക, കൂടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററും ഒരു തവണ വായിച്ചു നോക്കുക. പിന്നെ ഡേ 2 മുതൽ ഡേ 4 വരെ
അടുത്ത 3 ദിവസം ടെക്സ്റ്റ് ബുക്കിന് പുറകിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എഴുതി തന്നെ പഠിക്കണം. ഇനി അവസാനത്തെ 3 ദിവസം, അതായത് ഡേ 5 മുതൽ ഡേ 7 വരെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കീ പോയിന്റ്സും ആ റിവിഷൻ ടേബിളുമില്ലേ, അതൊക്കെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എടുത്ത് ഒന്നുകൂടെ നോക്കുക. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകളാണല്ലോ പാർലമെന്റിലിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർലമെന്റിന്റെ ഓരോ പ്രവർത്തനങ്ങളും വോട്ടർമാരായ നമ്മുടെ ഇഷ്ടങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും എത്രത്തോളം ശരിയായിട്ടാണ് പ്രതിഫലിപ്പിക്കുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.